So very good evening everyone and warm welcome to this joyous and vibrant occasion. ഇന്ന് നമ്മുടെ ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാനായിട്ട് നമ്മുടെ പെഡ്ലോക്ക് മോട്ടോ സ്പോർട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഹിസ്റ്റോറിക് റീലോഞ്ച് ആണ് നമ്മൾ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു ബ്രാൻഡ് ന്യൂ ഹെൽമെറ്റ് 100 ഭാഗ്യശാലികൾക്ക് വെറും ₹1 ഇന്നത്തെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ സമ്മാനമായിട്ട് തരാൻ പോവുകയാണ്. എല്ലാവരും റെഡിയില്ലേ? യെസ്, ഫൈനലി നമ്മൾ മലബാറുകാർക്ക് എല്ലാ ടൈപ്പ് ആക്സസറീസും മോട്ടോർ സൈക്കിൾ റൈഡിംഗ് ഗിയേഴ്സും ഒക്കെ കിട്ടുന്ന ഒരു സിംഗിൾ ഷോപ്പ്. യെസ്, ഇറ്റ്സ് പെഡ്ലോക്ക് മോട്ടോർ സ്പോർട്ട്. ഇറ്റ്സ് ഓപ്പൺ നൗ അറ്റ് നടക്കാവ്, കോഴിക്കോട്. ഇറ്റ്സ് നൗ ദ ബിഗ്ഗസ്റ്റ് മോട്ടോർ സ്പോർട്സ് ആക്സസറീസ് ഷോപ്പ് ഇൻ മലബാർ. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഷോപ്പിൻ്റെ റീലോഞ്ചിങ് ഇവൻറ്റും അതുപോലെ തന്നെ ഒരു വാക്കറൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. പെഡ്ലോക്ക് മോട്ടോർ സ്പോർട്ട് ഇതൊരു ബ്രാൻഡ് ന്യൂ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ ഒന്നുമല്ല, ഒരു റീലോഞ്ചാണ്. അതായത് ആൾറെഡി ഈ ഒരു ഷോപ്പ് കാലിക്കറ്റ് ഉള്ളതാണ്. വയനാടും ഇവർക്ക് ഷോപ്പുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വയനാടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഒരു ഷോപ്പും ഇവിടെ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു റീലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ TRM കാലിഡാറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബിങ്, അതുപോലെ തന്നെ ഫ്രീ ഹെൽമെറ്റ് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഈ ഒരു ഇവൻറ്റിന് വരുന്നവരിൽ നിന്ന് 100 പേർക്ക് ₹1 നമ്മുടെ വെഗയുടെ ബോൾട്ട്, ഏകദേശം 2000 റുപ്പീസ് വരുന്ന വെഗയുടെ ബോൾട്ട് ഹെൽമെറ്റ് 100 പേർക്ക് ₹1 കൊടുക്കുന്നുണ്ട്. നറുക്കെടുപ്പിലൂടെയാണ് കൊടുക്കുക. അതുപോലെ ഈ ഒരു ഇവൻറ്റിന് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ കേരളത്തിലെ റൈഡേഴ്സിനും കേരളത്തിലെ മോട്ടോർ സ്പോർട്ടിനൊക്കെ പ്രചോദനമായിട്ടുള്ള മുർഷിദ് ബാൻഡിഡോസാണ്. ശരിക്കും ഇവിടെ എത്തി ഈ ഒരു ഷോപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്നത്. കാരണം ഈ ഒരു ഷോപ്പ് ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ടൈമിൽ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നും അവരൊരു ഗ്രാൻഡ് ഇവൻറ്റ് പോലെ, ഒരു മീറ്റപ്പ് പോലെയാണ് ഈ ഒരു ഇനാഗുറേഷൻ സെറമണി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അരുൺ സ്മോക്കിയാണ് അന്ന് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇനാഗുറേഷൻ സെറമണി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് കൂടുതലും ഈ ഒരു ഷോപ്പിൽ ഹെൽമെറ്റ്സ് ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഞാനിവിടെ മേലെ ഐ ബട്ടണിൽ കൊടുക്കാം. കുറച്ച് പഴയ വീഡിയോ ആണ്, അതിൻ്റേതായ പോരായ്മകളുണ്ടാവും. ഇപ്പം അവർ ആ ഒരു പഴയ ഷോപ്പ് വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ ആക്സസറീസും അതുപോലെ തന്നെ റൈഡിംഗ് ഗിയേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ആൾമോസ്റ്റ് എല്ലാ ടൈപ്പ് മോട്ടോർ സൈക്കിൾ ആക്സസറീസും മോട്ടോർ സൈക്കിൾ റൈഡിംഗ് ഗിയേഴ്സും ഒക്കെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. മലബാറിലെ ഏറ്റവും വലിയ മോട്ടോർ സ്പോർട്ട് ആക്സസറീസ് ഷോപ്പ് എന്നാണ് ഇപ്പം ഇവർ ക്ലെയിം ചെയ്യുന്നത്. ശരിക്കും ഈ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഭാഗത്തുള്ളവർക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് അത്യാവശ്യമായിരുന്നു. എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ സംഭവങ്ങളും ഒരുമിച്ച് കിട്ടുന്ന ഒരു ഷോപ്പ് വളരെ അത്യാവശ്യമായിരുന്നു. അത് അവർ കോഴിക്കോട് തന്നെ കൊണ്ടുവന്നത് വളരെ ഉപകാരമായി. കാരണം മലപ്പുറത്തുള്ളവർക്കും കണ്ണൂരുള്ളവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ എല്ലാവരും നമ്മുടെ ചീഫ് ഗസ്റ്റിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ചീഫ് ഗസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റിനും വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So very good evening everyone and warm welcome to this joyous and vibrant occasion. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരായ ഇന്നിവിടെ നമ്മളോടൊപ്പം ഒരുമിച്ചിട്ടുള്ള എല്ലാ കോഴിക്കോടുകാർക്കും, എനിക്കിന്ന് കോഴിക്കോടുള്ള ആൾക്കാർ മാത്രമല്ല ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക, എല്ലാ മലയാളികൾക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഇത് നമ്മുടെ എത്രാമത്തെ റിപ്പബ്ലിക് ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? എത്രാമത്തെയാ? പലർക്കും അറിയില്ല അല്ലേ? കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് ഞാൻ ഒരു സമ്മാനം തരുന്നതായിരിക്കും. ഒന്ന് കൈപൊക്കെ ആൻസർ അറിയുന്നവര്. ഇവിടെ ഒരാൾക്ക്, ചെറിയ മോനാണ്, ചാൻസ് കൊടുക്കാം. എത്രാമത്തെയാണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 76 റൈറ്റ് ആൻസർ. ഇത്രയും വലിയ ആളുകൾ ഉണ്ടായിട്ടും ഒരു ചെറിയ ആള് വേണ്ടി വന്നിട്ട് പറയാൻ. യെസ്, നമ്മൾ ഇന്ന് 76ാമത്തെ ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഒരു സമ്മാനം ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 76ാമത്തെ റിപ്പബ്ലിക് ഡേ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാനായിട്ട് നമ്മുടെ പെഡ്ലോക്ക് മോട്ടോ സ്പോർട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണത്? ആ ചരിത്രം എന്താണെന്നുള്ളത് അറിയോ? ഒരു ഹിസ്റ്റോറിക് റീലോഞ്ച് ആണ് നമ്മൾ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ ചരിത്രമായിട്ട് മാറാൻ പോകുന്ന ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഒരു ബ്രാൻഡ് ന്യൂ ഹെൽമെറ്റ് 100 ഭാഗ്യശാലികൾക്ക് വെറും ₹1 ഇന്നത്തെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ സമ്മാനമായിട്ട് തരാൻ പോവുകയാണ്. എല്ലാവരും റെഡിയില്ലേ?
അങ്ങനെ നമ്മുടെ ചീഫ് ഗസ്റ്റായ മുർഷിദ് ബാൻഡിഡോസ് എത്തിയിട്ടുണ്ട്. BM-ലൊക്കെയാണ് വരുന്നത്. റിബൺ കട്ടിംഗ് സെറിമണി കഴിഞ്ഞ് നമ്മുടെ ഷോറൂം മോട്ടോർ സ്പോർട്ടിന്റെ ഷോറൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മളോടൊപ്പം വേദിയിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് പോലെ പുതിയൊരു ചരിത്രം കുറിക്കാനായി മോട്ടോർ സ്പോർട്ട് ഇവിടെ കോഴിക്കോടിന്റെ മണ്ണയിൽ നടക്കാവിനെ സ്വന്തമായി തീർന്നിരിക്കുകയാണ്. ഇതിന്റെ റീ ലോഞ്ചിങ് സെറിമണിയിൽ തന്നെ 100 ഭാഗ്യശാലികൾക്കാണ്. അങ്ങനെ നമ്മുടെ ഇനാഗുറേഷൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇതാട്ടോ ഈ ഒരു ഷോപ്പിലെ യൂണിഫോം വരുന്നത്. വെൽക്കം സീറ്റ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഇനാഗുറേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ഷോപ്പിലേക്ക് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് റഷാണ് ഷോപ്പ് ഫുള്ള്. കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഈ ഒരു ഷോപ്പിൽ എന്തൊക്കെ സംഭവങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ആരും ജീവിതത്തിൽ അങ്ങനെ തളർന്നു പോയി എത്ര നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിലും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയമുണ്ട്. വർക്ക് ഹാർഡ്. അപ്പൊ ഇതാണ് ഇനി നമ്മള് ഈ ഉദ്ഘാടനത്തിനോട് അനുഭവിച്ചു വരാൻ കുറച്ച് ഇമോഷൻ ആയി പോയിട്ട് വെരി സോറി. ഓക്കെ, ഈ വയനാട്ടിലാണ് ഒരു ബിസിനസ് ആരംഭിച്ചതെങ്കിൽ കൂടെ കോഴിക്കോട് ഞാനന്ന് കോച്ച് പോയി എന്നുണ്ടെങ്കിലും കോഴിക്കോടിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഈ സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കോൺസെപ്റ്റാണ് ഇങ്ങനെ ഒരു സ്റ്റോർ ആയിട്ട് തന്നെ കൊണ്ടുവരണം. കേരളത്തിന്റെ സത്യത്തിൽ ആദ്യം ഈ ആക്സസറീസ് ഒക്കെ കിട്ടുന്നത് സ്പെയർ പാർട്സിന്റെ കടകളിലാണ്. ഒരു ഓർഗനൈസ്ഡ് അല്ല. നമ്മൾ അതിനൊരു നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. കറക്റ്റായിട്ട് റൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം വളരെ ഒരു ബാഡ് ബോയ് ഇമേജ് ആണ്. ഇന്നിപ്പോൾ റൈഡേഴ്സ് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലാണ് റൈഡേഴ്സിന് ഒരു വാല്യൂ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആദ്യം വളരെ മോശമായിട്ടാണ് ആളുകൾ കാണുക. ബൈക്കിൽ വീട് ചെയ്ത് നടക്കുന്ന പിള്ളേർ കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റി ഒക്കെ അന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ചെയ്ത് നമ്മളത് റിയലൈസ് ചെയ്യണം. അതൊന്നും ശരിയല്ല. റോഡിൽ അങ്ങനെ അഭ്യാസങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ അവയർനെസ് ചെയ്യാൻ തുടങ്ങി. ഇന്റർനാഷണലി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ സംഭവിക്കുക ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. റൈഡിങ് എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. അതിനുള്ള റൈഡിങ് എക്യുപ്മെന്റ്സ് ആളുകൾ വാങ്ങാൻ തുടങ്ങി. റൈഡ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിട്ട് റൈഡ് ചെയ്യണമെന്നുള്ളത് ആളുകൾക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ റൈഡേഴ്സിന് ഏറ്റവും അവരുടെ റൈഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഈ പെഡ്ലോക്ക് എന്ന് പറയുന്നത്. റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹെൽമെറ്റും ജാക്കറ്റ്സും അവരുടെ ടൂറിങ് എക്യുപ്മെന്റ്സും എല്ലാം ഈ ഒരു സ്ഥാപനത്തിന് ഒരൊറ്റ കുടക്കീഴിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മലബാറിൽ വലിയൊരു സ്റ്റോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു നല്ല ഹാർഡ് വർക്കിൻ്റെ ഈ ടീമിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരുപാട് ആളുകളുണ്ടാവും. പിന്നെ ടീം വർക്കായിട്ടുള്ള ഒരു പെഡ്ലോക്കിന് എല്ലാവിധ ആശംസകളും കോഴിക്കോട് മാത്രമല്ല ഇതിൻ്റെ കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഇവിടെ കുതിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ഇൻസ്പയറിംഗ് വേർഡ്സ്. മുർഷിദ് ബാൻഡിഡോസ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമോഷണൽ കഥകളൊക്കെ പറഞ്ഞു. ഫുള്ളായിട്ട് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ഷോപ്പിനകത്തായിരുന്നു. എന്തായാലും അദ്ദേഹത്തിനൊരു ആദരവ് എന്നുള്ള രീതിയിൽ ഒരു പൊന്നാടൊക്കെ അണിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൊമെൻ്റോ ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ സൈഡിലായിട്ടൊരു ഫ്ലെക്സും കൊടുത്തിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ മോട്ടോർസൈക്കിൾ അഡ്വഞ്ചർ 30 പാഷനേറ്റ് റൈഡേഴ്സ്. ഒരു ലേ ലഡാക്ക് റൈഡ് കണ്ടക്ട് ചെയ്യുന്ന ടീമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഈ ലോഞ്ചിൻ്റെ ഭാഗമായി കേക്ക് മുറിയും പരിപാടീസൊക്കെ ഉണ്ട്. മോട്ടോർ സ്പോർട്ടിന്റെ ഗ്രാൻഡ് റീ ലോഞ്ചിങ് ഇനോഗ്രൽ സെറിമണിയുടെ ഭാഗമായിട്ടുള്ള സെലിബ്രേഷൻ നമ്മളൊരു കേക്ക് കട്ടിങ്ങിലൂടെ ഇവിടെ നിർവഹിക്കുന്നു. Let's give another round of applause. അതുപോലെ നമ്മുടെ കാലിക്കറ്റ് ബുള്ളറ്റ് റൈഡേഴ്സ് ക്ലബിന് ഒരു ചെറിയൊരു മൊമെൻ്റോ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ടീം മെമ്പേഴ്സിനെല്ലാം തന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു മൊമെൻ്റോ കൈമാറുന്നുണ്ട്.
അവർ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് റൈഡ് പോയിട്ടുണ്ടായിരുന്ന ഫോട്ടോസും മെമ്മറീസും കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടൊരു ബുള്ളറ്റിൻ്റെ രീതിയിലേക്ക് ആക്കിയെടുത്തിരിക്കുകയാണ്. അതാണ് ഈ ഒരു മൊമെൻറ്റ്. സംഭവം അടിപൊളിയായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്ത ആർട്ടിസ്റ്റ്. എന്തായാലും അടിപൊളി തന്നെയാണ്, നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ പ്രോപ്പറായിട്ട് കാണാനൊന്നും കഴിയില്ല, ലോങ് ആയതുകൊണ്ട്. അങ്ങനെ നമ്മുടെ നറുക്കെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. മൊത്തം 100 ഹെൽമെറ്റ് ഉണ്ട്. വെഗയുടെ ബോൾട്ട് പല ഗ്രാഫിക്സിൽ വരുന്ന ഹെൽമെറ്റ്സ് ആണ്. ഈ ഒരു 100 ഹെൽമെറ്റും വെഗയുടെ ബോൾട്ട് തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഗ്രാഫിക്സിൽ വരുന്ന ഹെൽമെറ്റ്സ് ആണ്. 100 പേര് എന്ന് വെച്ചാൽ ഇവിടെ അധിക പേരൊന്നും വന്നിട്ടില്ല, ഇവിടെ ആകെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ ഇവിടെ ഉള്ള ഏറെക്കുറെ എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കൂടുതൽ ആളുകൾ വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. സംഭവം ബോക്സ് വളരെ വലിയ ബോക്സ് ആണെങ്കിലും അതിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ. എന്തായാലും നറുക്കെടുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഇവൻ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് പല ടൈമിലായിട്ട് നറുക്കെടുത്ത് ഈ ഒരു 100 ഹെൽമെറ്റും ഇന്ന് തന്നെ ഇവിടുന്ന് തന്നെ വിതരണം ചെയ്യും. നമുക്കും കിട്ടുമോ നോക്കാം. അങ്ങനെ ഫസ്റ്റ് വിന്നർക്ക് നമ്മുടെ മുർഷിദ് ബാൻഡിഡോസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഹെൽമെറ്റ് വാങ്ങാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കിട്ടാൻ വേണ്ടി പോകണം. അപ്പൊ അതുകൊണ്ട് ഫില്ല് ചെയ്യാത്ത ആളുകൾ ഫില്ല് ചെയ്തിട്ടില്ല. വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് കൊടുക്കാനല്ല, 2000 രൂപ വില വരുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള മെഗാ ഹെൽമെറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് നഷ്ടപ്പെടാതെ പോകുന്നില്ല. നല്ലൊരു ഹെൽമെറ്റ് നിങ്ങൾക്ക് ലഭിക്കേണ്ട, കാരണം അത്ര ആളുകളൊന്നും നിങ്ങൾക്ക് എന്തായാലും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്ര നല്ലൊരു ഇനീഷ്യേറ്റീവ് എടുത്തത് വെറുതെ പറഞ്ഞ് നമ്മളിവിടുത്തെ ഒരു ഷോ ആക്കൽ ഇനാഗ്രേഷൻ കാർഡുകൾ മാത്രമാണ്. കൂടെ എന്തെങ്കിലും കിട്ടുമ്പോൾ ദാറ്റ് ഇസ് റിയലി ഗുഡ്. അപ്പോൾ നല്ലൊരു ഹെൽമെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക. നിങ്ങളെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നല്ല രൂപത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ റൈഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വീണ്ടും അന്വേഷിച്ച് പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പരിപൂർണ്ണമായിട്ട് വേണം. റൈഡ് സേഫ്. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you so much for being here. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കോഴിക്കോട് ഇതുപോലൊരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ സെറമണി നടക്കുന്ന സമയത്തും ഫെഡ്ലാക്ക് മോട്ടോർ സ്പോർട്ട് എന്ന് പറയുന്ന നമ്മുടെ മോട്ടോർ സൈക്കിൾ ആക്സസറീസും റൈഡിംഗ് ഗിയേഴ്സും ഒരു ഷോറൂം സ്വന്തമായിട്ട് ഇവിടെയുള്ള ഒരു വ്യക്തി കൂടി നമ്മളോടൊപ്പം, ഇതുപോലൊരു ബ്രാഞ്ചുള്ള ഒരു വ്യക്തി തന്നെ നമ്മളുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുമെന്ന് പറയുന്നത് കാര്യം തന്നെയാണ്. റൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളവർ ആരെങ്കിലും ലക്കിട്ടോ ടോക്കൺ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തോളൂ. അങ്ങനെ ഈ ഒരു റീലോഞ്ച് സെറിമണിയുടെ ഇനാഗുറേഷനും നല്ലൊരു ഇൻസ്പിറേഷൻ പ്രസംഗമൊക്കെ നടത്തി നമ്മുടെ ഫസ്റ്റ് ഹെൽമെറ്റും കൊടുത്തതിന് ശേഷം നമ്മുടെ മുർഷിദ് ബാൻഡിഡോസ് ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇത് നമ്മുടെ വീഡിയോഗ്രാഫർക്ക് വേണ്ടിയിട്ട് മുർഷിദ് ബാൻഡിഡോസിൻ്റെ എൻട്രി ഒന്ന് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആക്ടിങ് കൊള്ളാം. BMW വണ്ടി കൊള്ളാം. BM വേറെ തന്നെ ലുക്കാട്ടോ ഈ ഒരു ഫ്രണ്ടിലെ സംഗതി. ഞാനത്ര BMW ഫാനൊന്നും അല്ലെങ്കിലും വണ്ടി കൊള്ളാം. ഇങ്ങനെ ലോ ആംഗിളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു ലുക്കാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഷോപ്പിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ മോട്ടോർ സൈക്കിളിൻ്റെ അക്സസറീസ്, ക്ലീനിങ് ലൂബ്സ്, സംഭവങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്സിലറി ലൈറ്റ്സ്, ചെയിൻ ലൂബ്സ്, പെട്രോൾ ക്യാൻസ്, എൻജിൻ പോളിഷിംഗ് ലൂബ്സ്, ത്രോട്ടിൽ ഗ്രിപ്പുകൾ, ആം സ്ലീവ്സ്, ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവർ പ്രൊട്ടക്റ്റേഴ്സ്, പിന്നെ സൈഡിലായിട്ട് നമ്മുടെ പെഡലോക്ക് സ്റ്റാൻഡ്, ടയേഴ്സ്, അലോയ് വീൽസ്, സ്ലിപ്പ് ഓൺ എക്സോസ്റ്റുകൾ, പിന്നെ ലൈറ്റ്സ്, ഫ്ലാഷേഴ്സ്, അതുപോലെ തന്നെ ഹെൽമെറ്റ് ലോക്കുകൾ, ഇൻഡിക്കേറ്റേഴ്സ്, ടോപ്പ് റാക്സ്, അണ്ടർബെല്ലി പ്ലേറ്റ്സ്,
അതുപോലെ ഹാൻഡിൽ ബാർസ്, റേഡിയേറ്റർ പ്രൊട്ടക്റ്റേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ് ലൈറ്റ്സ്, അതുപോലെ ഓക്സിലറി ലൈറ്റ്സ്, വിംഗ്ലെറ്റ്സ്, മിറേഴ്സ്, സാഡിൽ സ്റ്റേഴ്സ്, ക്രാഷ് ഗാർഡ്സ്, ഹാൻഡ് ഗാർഡ് പ്രൊട്ടക്റ്റേഴ്സ്, ഹെഡ്ലൈറ്റ് പ്രൊട്ടക്റ്റേഴ്സ്, സൈഡ് സ്റ്റാൻഡ് എക്സ്റ്റൻഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റുകൾ, വൈസേഴ്സ്, കസ്റ്റം പാനൽസ് കാര്യങ്ങൾ, അതുപോലെ ടോപ്പ് ബോക്സ് ആൻഡ് പാനിയേഴ്സ്. പിന്നെ നമ്മുടെ ക്യാഷ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് ആക്ഷൻ ക്യാമറ, പവർ ട്രോണിക്സ്, കീ ചെയിൻസ്, ക്യാപ്സ്, ബ്ലൂടൂത്ത് ഇൻ്റർകോംസ്, അതുപോലെ മോട്ടോർ സൈക്കിൾ മിനിയേച്ചേഴ്സ്, 1-2 കാറിൻ്റെ മിനിയേച്ചേഴ്സും ഉണ്ട്. സെറാമിക് ഡിസ്ക് പാഡ്സ്, റോളോൻ്റെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് സെറ്റുകൾ, അതുപോലെ മോട്ടോർ സൈക്കിൾ ക്ലീനിങ്, ലൂബിങ്, പോളിഷിങ് ലിക്വിഡ്സ് സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രേ പെയിൻസും ഈ ഒരു കൂട്ടത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെയിൻ ലൂബ്സും, ചെയിൻ ക്ലീനേഴ്സ്, പോളിഷിങ് ലിക്വിഡ്സ്. അതുപോലെ ഇവിടെ താഴെയായിട്ട് റെയിൻ കോട്ടുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റൈറ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് മോട്ടോർ സൈക്കിൾ ആക്സസറീസ് ആണ്. മോട്ടോർ സൈക്കിൾ ആക്സസറീസും പാർട്സും കൺസ്യൂമബിൾസും ഒക്കെയാണ് ഈ ഒരു റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ കയറി വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എയർ ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. BMCയുടെ എയർ ഫിൽറ്ററും അതുപോലെ മോട്യൂളിൻ്റെ എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ കാണാൻ പറ്റും. എല്ലാ ടൈപ്പ് ഹെൽമെറ്റിൻ്റെയും ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. മെയിനായിട്ട് നമ്മുടെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കുറച്ച് പ്രീമിയം ഹെൽമെറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഹെൽമെറ്റ്സും ഇവിടെ അവൈലബിൾ ആട്ടോ. ഹാഫ് ഫേസ്, അതുപോലെ ഫുൾ ഫേസ്, ഫ്ലിപ്പബിൾ ഹെൽമെറ്റുകൾ, അതേപോലെ മോട്ടോക്രോസ്, ടൂറിങ് ഹെൽമെറ്റ്സ്, അങ്ങനെ ഒരു ഇതെല്ലാ ടൈപ്പ് ഹെൽമെറ്റും ഇവിടെ അവൈലബിൾ ആണ്. അതുമല്ല കിഡ്സിൻ്റെ ഹെൽമെറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. കിഡ്സ് എന്ന് വെച്ചാൽ 4 years മുതലുള്ള എല്ലാ ഏജിലെ കിഡ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ വെഗയുടെ ബോൾട്ടിൻ്റെ ഒരുപാട് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ മാർവലിൻ്റെ ഗ്രാഫിക്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹൾക്കിൻ്റെ ഒക്കെ ഹെൽമെറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ റെട്രോ ക്ലാസിക് സെഗ്മെൻറ്റിൽ വരുന്ന ഹെൽമെറ്റ്സ് ആണ്. ആ ഒരു റെട്രോ ക്ലാസിക് സ്റ്റൈലിങ്ങോട് കൂടിയിട്ടുള്ള ഹെൽമെറ്റ്സ് ആണിത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കുറച്ചും കൂടെ ചെറിയ കിഡ്സിനുള്ളതാണ്. അതായത് ഒരു 4-5 years ഓൾഡ് വരുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഹെൽമെറ്റ്സ് ആണിത്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഹെൽമെറ്റ്സ് മെയിനായിട്ട് സ്റ്റഡ്സ്, വെഗ, അതുപോലെ ആക്സോർ, SMK, LS2 ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉള്ള ഹെൽമെറ്റ്സ്. പിന്നെ റൈഡക്സ്, MT, KYT, സ്റ്റീൽ ബേർഡ് ഇതിൻ്റെ ഒക്കെ കുറച്ച് ഹെൽമെറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്.
ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ മെയിനായിട്ട് ഹെൽമെറ്റ്സ് തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ഈ ഒരു കൂടുതൽ ഏരിയയിലും ഹെൽമെറ്റ്സ് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സൈഡിലായിട്ട് ഫുള്ള് നമ്മുടെ റൈഡിങ് ജാക്കറ്റ്സും അതേപോലെ തന്നെ റൈഡിങ് പാൻസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ബ്രാൻഡുകളുടെയും അവൈലബിൾ ആണ്. മോട്ടോവിയർ, റൈഡ, സൊലൈസ്, ആക്സോർ, DSG, റൈനോക്സ്, അങ്ങനെ പല ബ്രാൻഡുകളുടെയും റൈഡിങ് പാൻസും റൈഡിങ് ജാക്കറ്റ്സും അവൈലബിൾ ആണ് ഇവിടെ. അതുപോലെ റൈഡിംഗ് ബൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒറാസോ, സൊലൈസ്, റൈഡ, ഈ 3 ബ്രാൻഡുകളുടെ റൈഡിംഗ് ബൂട്ടാണ് ഇവിടെ ഇപ്പോൾ കാണാനുള്ളത്. മെയിനായിട്ട് ടൂറിംഗ് ബൂട്ടുകളുടെ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഏരിയയിലായിട്ട് നമ്മുടെ റൈഡിംഗ് ഗ്ലൗസ്, ബാഗുകൾ, ഹാർഡ് ഷെൽ ബാക്ക് പാക്കുകൾ, സാഡിൽ ബാഗുകൾ, അതുപോലെ ടാങ്ക് ബാഗ്സ്, ഹൈഡ്രേഷൻ ബാഗ്സ്, എല്ലാ ടൈപ്പ് ഗ്ലൗകളുണ്ട്. ടോപ്പ് ബാഗ്സ്, വാട്ടർ പ്രൂഫ് ബാഗ്സ്, ടെയിൽ ബാഗുകൾ, അതുപോലെ ഇവിടെ താഴെയായിട്ട് നമ്മുടെ റൈനോക്സിൻ്റെ നീ ഗാർഡ് ബോക്സുകളും കാണുന്നുണ്ട്. ചെറിയ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഷോപ്പ് വാക്ക് ത്രൂ ചെയ്യുന്നതിൻ്റെ ഇടയിലും പുറത്ത് നറുക്കെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫോർച്ചുനേറ്റ്ലി എൻ്റെ പേരും അനൗൺസ് ചെയ്യുന്നത് കേട്ടു. അങ്ങനെ നമുക്കും ഒരു മെഗാ ബോൾട്ട് ഹെൽമെറ്റ് ഈ ഒരു ലക്കി ഡ്രോയിൽ കിട്ടിയിരിക്കുകയാണ്. നമുക്കങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാഫിക്സ് ഒന്നുമല്ല, നമ്മുടെ ബോൾട്ടിൻ്റെ ഫസ്റ്റ് വരുന്ന ആ ഒരു ബണ്ണിയിൽ വരുന്ന ആ ഒരു ഗ്രാഫിക്സിലുള്ള ഹെൽമെറ്റാണ് കിട്ടിയത്. അങ്ങനെ ഇവിടെ ഏകദേശം 30ഓളം ഹെൽമെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കി ഇത്രയും ഹെൽമെറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. വെഗയുടെ ഈ ബോൾട്ട് അടിപൊളിയായിട്ടോ, നമ്മുടെ നോർമൽ യൂസിനൊക്കെ ബെസ്റ്റാണ്. എനിവേ, താങ്ക്സ് ഫോർ പെഡ്ലോക്ക് മോട്ടോർസ്പോർട്ട് ഫോർ ദി വെഗ ബോൾട്ട് ഹെൽമെറ്റ്. അങ്ങനെ ഹെൽമെറ്റുകൾ നറുക്കെടുക്കുന്നതിൻ്റെ ഇടയിലൂടെ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ വിന്നാവുന്നവർക്കും ചെറിയ ചെറിയ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഒരു ബ്രാൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് റിനൗൺഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഹെൽമെറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, അതല്ല എന്റെ ക്വസ്റ്റ്യൻ. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു 5 ഹെൽമെറ്റിന്റെ ബ്രാൻഡ് ഒന്ന് അറിയാം. അവിടെ ഒന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഏകദേശം നൈറ്റ് ആയപ്പോത്തിന് ചെറിയൊരു മ്യൂസിക് ബാൻഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താ ഫാത്തിമ എന്ന് പറഞ്ഞ പാട്ടാരിൽ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? നമ്മളിവിടെ ആ പാട്ട് പോകും. ഓക്കെ, ഇത് ഷെഹിൻ, നമ്മൾ 3 ടീമായിട്ടാണ് പോകാറുള്ളത്. ഇതിൽ മലപ്പുറത്താണ്. നമ്മൾ ഏകദേശം അടുത്തനാണ്. ഇതിലും ഡിഗ്രി പഠിക്കുന്നത് നമ്മളൊക്കെ സെയിമാണ്. അപ്പോൾ നമ്മൾ 3 പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ശരിയല്ല? അന്നെൻ്റെ കരളിൽ ഒരു കൂടൊരുക്കിയിലേ, നീലമിഴി കോണുകളിൽ കവിത കണ്ടില്ലേ, എന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോൾ പാഞ്ഞങ്ങ് പോകരുതേ വാർമഴവില്ലേ, മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റേ, നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുയിൽ പാട്ട്, വെള്ളിക്കൊലുസിട്ട കാലച്ചു കേൾക്കാൻ കാത്തിരിക്കും എന്റെ ഹൃദയം, നിനക്കു മാത്രം, നിനക്കു മാത്രമാ. അങ്ങനെ നമ്മൾ ഈ പരിപാടി കംപ്ലീറ്റ് ചെയ്യാൻ കാത്തു നിൽക്കുന്നില്ല. എന്തായാലും ഈ ഒരു ഷോപ്പ് അടിപൊളി തന്നെയാണ്. ഒരുവിധം എല്ലാ ടൈപ്പ് മോട്ടോർ സ്പോർട്ട് അക്സസറീസും റൈഡിംഗ് ഗിയേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്.
നമ്മുടെ ഈ ഒരു മലബാർ ഏരിയയിൽ ഇതെല്ലാം തന്നെ ഒരുമിച്ച് കിട്ടുന്ന ഷോപ്പ് ഇതന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. സംഭവം ചെറിയൊരു ഏരിയ ആണെങ്കിലും അവരെല്ലാം തന്നെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും അക്സസറീസോ റൈഡിങ് ഗിയേഴ്സോ ഒക്കെ വാങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാം. ഞാനെന്തായാലും ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ്ലി തീരാൻ കാത്തു നിൽക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ താങ്ക് സൈനിങ് ഔട്ട്. ബൈ.